പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ സത്യങ്ങളെല്ലാം അറിഞ്ഞ് ദേവയാനി നയനയെ കൂട്ടിക്കൊണ്ടുവന്നുവെങ്കിൽ കൂടി താൻ സത്യങ്ങളൊന്നും അറിഞ്ഞതായിട്ട് ദേവയാനി ഭാവിക്കുന്നില്ല. നയനയാണ് തന്റെ ജീവൻ രക്ഷിച്ചത് എന്ന് ദേവയാനി അറിഞ്ഞെങ്കിൽ കൂടി താൻ അക്കാര്യം അറിഞ്ഞെന്ന് ആരും അറിയണ്ടെന്നുള്ള ഒരു തീരുമാനത്തിലായിരിക്കും ദേവയാനി. തന്നെ ഇത്രയും നാളും ചേട്ടനും ആദർശും മറ്റുള്ളവരുമൊക്കെ ചേർന്ന് കബളിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് കുറച്ചു നാൾ കൂടി ഈ നാടകം തുടരട്ടെ എന്നൊക്കെ ചിന്തിക്കുകയാണ് ദേവയാനി. അങ്ങനെ നയന വരുന്ന അതേ ദിവസം തന്നെ പിണങ്ങിപ്പോയ അനാമികയും തിരികെ വീട്ടിലെത്തുന്നുണ്ട്. മുത്തശ്ശന്റെ നിർബന്ധത്തിന് വഴങ്ങി അനിയാണ് അനാമികയെ കൂട്ടിക്കൊണ്ടുവരുന്നത്. വന്ന് കയറിയ അനാമിക നയനയെ പഴയ രീതിയിൽ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴൊക്കെ ദേവയാനി ഒന്നും മിണ്ടുന്നില്ല. നയനയോട് അടങ്ങാത്ത സ്നേഹം ദേവയാനിയുടെ മനസ്സിലുണ്ടെങ്കിലും പെട്ടെന്ന് താൻ എന്തെങ്കിലും പ്രതികരിച്ചാൽ അത് മറ്റുള്ളവർ എങ്ങനെ എടുക്കുമെന്നൊക്കെ ചിന്തിച്ച് ഒന്നും മിണ്ടാതിരിക്കുകയാണ് ദേവയാനി. അനാമികയാണെങ്കിൽ വന്ന് കയറിയ പാടെ എങ്ങനെയെങ്കിലും വല്യമ്മയുടെ പ്രീതി പിടിച്ചു പറ്റണം എന്നുള്ള ഒരു അവസ്ഥയിൽ നടക്കുകയായിരിക്കും. വല്യമ്മക്ക് എന്താ ആകെ ഒരു മാറ്റം? എന്തോ ഒരു സോഫ്റ്റ് കോർണർ വല്യമ്മക്ക് നയനയോട് വന്നിട്ടുണ്ടോ? അതോ ഇനി എൻ്റെ തോന്നലായിരിക്കോ? എന്തായാലും വല്യമ്മയെ ഒന്ന് നിരീക്ഷിച്ചേ പറ്റൂ. ഇനി അഥവാ താൻ പേടിച്ചതുപോലെ വല്യമ്മക്ക് ആ നശിച്ചവളോട് എന്തെങ്കിലും സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മുളയിലെ നുള്ളിക്കളയണം. വല്യമ്മ അവളെ എങ്ങാനും സ്നേഹിച്ചു തുടങ്ങിയാൽ പിന്നെ എനിക്ക് ഈ വീട്ടിൽ യാതൊരു അവകാശവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നയനയെ കുറിച്ച് പലതും പറഞ്ഞ് ദേവയാനിയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അനാമിക. എന്നാൽ അനാമികയുടെ ഈ ശ്രമങ്ങളൊന്നും വില പോകുന്നില്ല. ദേവയാനി അതെല്ലാം കേട്ടിട്ടും ഒന്നും കേൾക്കാത്ത മട്ടിൽ നിൽക്കുകയാണ്. നയനയോട് ദേവയാനിക്ക് പഴയതുപോലെയുള്ള വഴക്കില്ലെന്ന് മനസ്സിലാക്കിയ ജാനകിയും ദേവയാനിയോട് സംസാരിക്കുന്നുണ്ട്. ഇത് പറ്റി അടുത്തേക്ക് ആക്കിയ ഒരു മാറ്റം. ഇനി മരുമോളെ എങ്ങാനും സ്നേഹിക്കാൻ തുടങ്ങിയോ? നീ എന്തൊക്കെയാ ജാനകി ഈ പറയുന്നത്? ഞാൻ എന്റെ മരുമോളെ സ്നേഹിക്കാനോ? അത് ഈ ജന്മം നടക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇപ്പൊ ഞാൻ എന്തെങ്കിലും മിണ്ടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ ആദർശമോന് വേണ്ടി മാത്രമാണ്. അല്ലാതെ അവളോട് എനിക്ക് ഒരു സ്നേഹവും തോന്നിയിട്ടില്ല. ഇനി ഒരിക്കലും അത് തോന്നുകയുമില്ലെന്നൊക്കെ ദേവയാനി ഉള്ളിലെ സ്നേഹം മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. ഈ ഏഴത്തിക്ക് അവളാണ് കരുതൽ നൽകിയത് എന്ന് വല്ല സംശയവും ഉണ്ടോ എന്നൊക്കെ ദേവയാനി ചോദിക്കുമ്പോ അവൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യമൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. അതും ഈ എനിക്ക് വേണ്ടി. അല്ലെങ്കിൽ തന്നെ ജാനകി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവളെ സ്നേഹിക്കാത്ത അമ്മായി അമ്മയ്ക്ക് അവൾ കരൾ ദാനം നൽകി ജീവൻ രക്ഷിക്കുവോ? അത്രയ്ക്ക് ബുദ്ധി ഇല്ലാത്തവളൊന്നുമല്ല നയന എന്നാണ് എന്റെ വിശ്വാസം എന്നൊക്കെ ദേവയാനി പറയുമ്പോ അത് ശരിയാ. അവൾ ഒരിക്കലും മേഡത്തിക്ക് വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. അവളുടെ സ്ഥാനത്ത് എന്റെ അനാമിക മോളാണെങ്കിൽ ചിലപ്പോൾ ചെയ്തേനെന്നൊക്കെ ജാനകി പറയുമ്പോ എന്നിട്ട് എന്താ നിന്റെ മരുമകൾ അത് ചെയ്യാതിരുന്നതെന്ന് പുച്ഛത്തോടെ മനസ്സിൽ ഓർക്കുകയാണ് ദേവയാനി. മേഡത്തി എന്താ ആലോചിക്കുന്നതെന്ന് ജാനകി ചോദിക്കുമ്പോ ഞാൻ എനിക്ക് കരൾ തന്ന ആ പെൺകുട്ടിയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഞാൻ അവളെ കുറിച്ച് എല്ലാവരോടും ചോദിച്ചു മടുത്തു. ഇനി എന്തായാലും ഞാൻ അവളെ അന്വേഷിച്ചു പോകുന്നൊന്നുമില്ല. എന്നെങ്കിലും ഒരിക്കൽ അവൾ എന്റെ മുന്നിൽ എത്തുമെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ എത്തുമ്പോൾ കാണാമെന്നൊക്കെ ദേവയാനി പറയുമ്പോ വല്യമ്മ വിഷമിക്കേണ്ട. വല്യമ്മയുടെ സങ്കടം ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ എന്താണ് പറഞ്ഞതെന്നോ? നമുക്ക് എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ കണ്ടുപിടിച്ച് വല്യമ്മയുടെ മുന്നിൽ കൊണ്ട് നിർത്തണമെന്ന്. വല്യമ്മയുടെ മുന്നിൽ അച്ഛൻ ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് നിർത്തും. എനിക്ക് ഉറപ്പുണ്ട്. വല്യമ്മക്ക് കരൾ തന്ന ആ പെൺകുട്ടിയെ കണ്ടാൽ പോരെ വല്യമ്മക്ക്? എന്ത് തന്നെയായാലും അതൊരിക്കലും വല്യമ്മയുടെ മരുമകളാവില്ല. ബ്ലഡ് തരാൻ പറഞ്ഞപ്പോൾ പോലും അതിന് സമ്മതിക്കാതിരുന്നവളാണ് അവള്. അങ്ങനെയുള്ള അവളല്ലേ പിന്നെ കരൾ നൽകുന്നതെന്നെല്ലാം പരിഹാസത്തോടെ പറയുകയുണ്ടോ അനാമിക. എങ്ങനെയെങ്കിലും ദേവയാനിയും നയനയും ഒരിക്കലും അടുക്കാൻ അനുവദിക്കരുത്. അതിനുവേണ്ടി കുറെ കള്ളക്കഥകളൊക്കെ മെനഞ്ഞുണ്ടാക്കി ദേവയാനിയോട് പറഞ്ഞു കൊടുക്കുകയുണ്ടോ അനാമിക. എന്നാൽ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഗംഭീര നാടകമാണ് ദേവയാനി അഭിനയിച്ച് തീർക്കുന്നത് എന്നൊന്നും ആ മണ്ടന്മാര് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അനാമിക എങ്ങനെ ചിന്തിക്കുകയാണ്, എന്തായാലും വല്യമ്മയുടെ കയ്യിൽ നിന്നും ആ 50 ലക്ഷം രൂപ തട്ടിയെടുക്കണം. അതിനുള്ള ഒരു വഴിയാണ് ഇപ്പോൾ മുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത്. എത്രയും വേഗം അച്ഛനെ വിളിച്ച് ഒരു പെൺകുട്ടിയെ സംഘടിപ്പിക്കാൻ പറയണം. എന്നിട്ട് കരൾ തന്ന പെൺകുട്ടിയാണെന്നും പറഞ്ഞ് അവളെ വല്യമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണം. അവളുമായി ആ 50 ലക്ഷം രൂപ തട്ടിയെടുത്തതിന് ശേഷം എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുത്ത് അവളെ ഒഴിവാക്കിയാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുകയാണ് അനാമിക. അങ്ങനെ വേണുവുമായിട്ട് അനാമിക ഇക്കാര്യം സംസാരിക്കുന്നുണ്ട്. എല്ലാം കേൾക്കുന്ന വേണു പറയുന്നത് ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ മോളെ. ഈ ബുദ്ധി നമുക്ക് എന്തേ നേരത്തെ തോന്നാതിരുന്നത്? എന്തായാലും ഇത് ഞാൻ ഏറ്റുമോളെ. നിങ്ങളുടെയൊക്കെ ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ അത്ര താമസമൊന്നും ഉണ്ടാവില്ല. അവളാണ് തന്നതെന്ന് പറഞ്ഞാൽ എന്തായാലും ദേവയാനി വിശ്വസിക്കാതിരിക്കൊന്നുമില്ല. പ്രത്യേകിച്ച് മോളുടെ വല്യമ്മ ആ പെൺകുട്ടിയെ കാണാൻ അത്രയ്ക്ക് കൊതിച്ചിരിക്കുമ്പോ എന്തായാലും അച്ഛൻ ഈ ഒരു വഴി കൂടെ നോക്കാം മോളെ. ഹോസ്പിറ്റലിലെ റെക്കോർഡൊക്കെ ഒന്ന് മാറ്റിമറിച്ചാൽ പോരെ? നേഴ്സുമാർക്ക് ഇച്ചിരി പണം കൊടുത്ത്
കൊടുത്താൽ അതൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തായാലും ഞാനൊന്ന് ശ്രമിക്കാം മോളെ എന്നൊക്കെ വാക്ക് കൊടുക്കുകയാണ് വേണു അനാമികയ്ക്ക്. അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയതിനു ശേഷം അനാമിക വന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട്, വല്യമ്മക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. വല്യമ്മ ഇത്രയും നാളും കാണാൻ ആഗ്രഹിച്ച് നടന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിയെയും കുടുംബത്തെയും അച്ഛൻ അറിയാമെന്ന്, അച്ഛൻ അവരെയും കൂട്ടി ഇങ്ങോട്ട് വരാമെന്നാ പറഞ്ഞതെന്നൊക്കെ അനാമിക പറയുമ്പോ ദേവയാനിക്ക് എല്ലാ സത്യങ്ങളും അറിയാമല്ലോ. എങ്കിലും ഇവർ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുക എന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ ദേവയാനി ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നുണ്ട്. സത്യമാണോ മോളെ? ഈശ്വര, എന്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ. എനിക്ക് എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ കാണണം. കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 50 ലക്ഷം രൂപയുടെ ചെക്ക് ഉണ്ട്. അത് ഇതുവരെ ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ല. എന്തായാലും ഇനിയിപ്പോ ആ പെൺകുട്ടിയെ കാണാണെങ്കിൽ അത് നേരിട്ട് കൊടുക്കാമല്ലോ എന്നെല്ലാം ദേവയാനി ഇങ്ങനെ പറയുമ്പോ അതെ വല്യമ്മ പറഞ്ഞത് തന്നെയാണ് അതിന്റെ ശരി. എന്തായാലും വല്യമ്മേ, നമുക്ക് ആ കുട്ടിയെ കാണാൻ വേണ്ടി പോകാം. ഇനി വേണമെങ്കിൽ വല്യമ്മയുടെ ഒരു സന്തോഷത്തിന് ഞങ്ങൾ തന്നെ ആ ചെക്ക് കൊണ്ടുപോയി കൊടുത്തോളാം എന്നൊക്കെ അനാമിക പറയുമ്പോ അത് വേണ്ട മോളെ. വല്യമ്മ ഇത്രയും കാലം കാണാൻ കൊതിച്ചിരുന്നതല്ലേ ആ കുട്ടിയെ, അതുകൊണ്ട് വല്യമ്മയും കൂടെ വരാം. വല്യമ്മയ്ക്കും ആ പെൺകുട്ടിയെ കണ്ണു നിറയെ കാണാമല്ലോ. വല്യമ്മയ്ക്ക് അവളോട് കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അനാമികയുടെ മുമ്പിൽ തകർത്ത് അഭിനയിക്കുകയാണ് കേട്ടോ ദേവയാനി. ഇവളത് എന്തിനുള്ള പുറപ്പാടാണ്? ഇനി നയനയും ആദർശും ഒക്കെ പറയുന്നത് പോലെ ഇവളൊരു പെരും കള്ളിയായിരിക്കുമോ? അതാണ് സത്യമെന്നാ എനിക്കിപ്പോൾ തോന്നുന്നത്. ഇവളൊരു ഭൂലോക കള്ളിയാണെന്നാ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് ദേവയാനി. ഇങ്ങനെ എന്താണ് അനാമികയുടെ പുറപ്പാടെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ ദേവയാനി അവളോടൊപ്പം കൂടുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം വേണു അറേഞ്ച് ചെയ്ത പെൺകുട്ടിയെ കാണാനായിട്ട് പോകുന്നുണ്ട് ദേവയാനിയും അനാമികയും. ആ പെൺകുട്ടിയാണെങ്കിലും തീരെ വയ്യാത്തൊരവസ്ഥയിലായിരിക്കും. അങ്ങനെ ദേവയാനി അവളെ കാണുന്നതും വരുത്തി തീർത്ത സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിക്കുകയും അവളോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. വേണുവാണെങ്കിൽ ആ പെൺകുട്ടിയെ പറഞ്ഞു പഠിപ്പിച്ച് നല്ല ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാകും. അതേ രീതിയിൽ തന്നെ മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മോളായിരുന്നോ എനിക്ക് കരൾ തന്നത്? ഞാൻ മോളെ എത്രമാത്രം അന്വേഷിച്ചെന്നറിയോ? എന്റെ മോനോടും ഭർത്താവിനോടും ഒക്കെ നിന്നെ കുറിച്ച് അന്വേഷിച്ചു. പക്ഷെ അവരാരും മോളെക്കുറിച്ച് ഒരു സൂചന പോലും എനിക്ക് തന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. ആ സമയം അനാമിക പറയാണ്, സന്തോഷ പ്രകടനമൊക്കെ ഇനിയും ആവാലോ വല്യമ്മ. ഇപ്പൊ വല്യമ്മ അവൾക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന ആ സമ്മാനം അങ്ങ് കൊടുത്തേക്ക്. ആ 50 ലക്ഷം രൂപയുടെ ചെക്ക് അവളുടെ കയ്യിൽ തന്നെ കൊടുത്തേക്കെന്നൊക്കെ പറയുന്നുണ്ട് അനാമിക. അയ്യോ മോളെ, ഞാൻ ഇപ്പോഴാണ് അക്കാര്യം ഓർത്തത്. ഞാൻ ആ ചെക്ക് എടുക്കാൻ മറന്നുപോയല്ലോ. സാരമില്ലെന്നേ, ഞാൻ ആദർശിന്റെ കയ്യിൽ മോൾക്ക് തരാനായിട്ട് കൊടുത്തു വിട്ടിരുന്നല്ലോ ചെക്ക്. ആ ചെക്ക് അങ്ങ് മാറിയാൽ മതി. ഇനിയിപ്പോ ഈ അമ്മ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് മോൾ ഇനിയും അതിന് മടിക്കേണ്ട. ആ ചെക്ക് ബാങ്കിൽ പ്രസന്റ് ചെയ്ത് വൈകാതെ തന്നെ ആ പണം പിൻവലിച്ചേക്കണമെന്നൊക്കെ ദേവയാനി പറയുമ്പോൾ ആകെപ്പെട്ട അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അനാമികയും വേണുവും ആ പെൺകുട്ടിയും ഒക്കെ. അയ്യോ വല്യമ്മ, അത് ചിലപ്പോൾ അവളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ? എന്തായാലും വല്യമ്മ പുതിയൊരു ചെക്ക് ലീഫിൽ ഒപ്പിട്ട് കൊടുത്തേക്കെന്നൊക്കെ പറയുകയാണ് അനാമിക. അതിന്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല മോളെ. കുട്ടി, നിന്റെ കയ്യിലില്ല ആ ചെക്ക് എന്നൊക്കെ ദേവയാനി മനഃപൂർവ്വം ചോദിക്കുമ്പോൾ അഭിനയിക്കാൻ വന്ന ആ പെൺകുട്ടിക്ക് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. അവളാണെങ്കിൽ ഒരു പരുങ്ങലോടെ, അത് പിന്നെ മാഡം, അത് അന്നാ തിരക്കിനിടയിൽ എവിടെയാ വെച്ചതെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണുമായിരിക്കും. ഞാനത് തിരക്കിയെടുത്തോളാം. എന്തായാലും എനിക്കിപ്പോ ക്യാഷിന് അത്രയ്ക്ക് അത്യാവശ്യമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞു തീർക്കുകയാണ് കേട്ടോ അവള്. അത് എങ്ങനെ ശരിയാവും മോളെ? നിനക്ക് ക്യാഷിന് ആവശ്യമില്ലെന്ന് പറയുന്നത് ശരിയാണോ? നിന്റെ കാര്യങ്ങളും ഈ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നോക്കണ്ടേ? മോളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തണ്ടേ? അതൊക്കെ കണക്കിലെടുത്ത് ദേവയാനി ചേച്ചി തരുന്ന ക്യാഷ് നീ വാങ്ങിക്കണമെന്നൊക്കെ പറയുകയാണ് വേണു. ദേവയാനിക്കാണെങ്കിൽ ഇവരുടെ എല്ലാ കള്ളക്കളികളും മനസ്സിലായിട്ടുണ്ടെങ്കിലും ഇവർ ഏതറ്റം വരെ പോകുമെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഇനി ആ ചെക്ക് കളഞ്ഞു പോയെങ്കിൽ മോളൊന്ന് വിളിച്ചാൽ മതി. ഞാൻ ആദർശിന്റെ കയ്യിൽ ഒരിക്കൽ കൂടി കൊടുത്തു വിടാമെന്നൊക്കെ പറഞ്ഞ് ദേവയാനിയും അനാമികയും അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. വേണുവും രേവതിയും ആ പെൺകുട്ടിയെ കുറെ വഴക്ക് പറഞ്ഞ് തങ്ങളുടെ പ്ലാനുകളൊന്നും നടക്കാത്തതിന്റെ നിരാശയിൽ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. ദേവയാനിയും അനാമികയും പോകുന്ന വഴിക്ക് കുറച്ചു ദൂരം അങ്ങ് പിന്നിടുന്നതും ഡ്രൈവറോട് കാർ നിർത്താൻ പറയുന്നുണ്ട്. എന്നിട്ട് മോളൊന്ന് ഇറങ്ങിക്കേ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ദേവയാനി കാറിൽ നിന്നും ഇറങ്ങി ദൂരേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അനാമികയാണെങ്കിൽ കാര്യമൊന്നും മനസ്സിലാകാതെ കാറിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. എന്ത് പറ്റി വല്യമ്മ? വല്യമ്മക്ക് എന്താ എന്നോട് സംസാരിക്കാനുള്ളത്? അതും ഈ വഴിയിൽ വെച്ച്, വീട്ടിൽ വെച്ച് സംസാരിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കും. ഇത് വീട്ടിൽ വെച്ച് സംസാരിച്ചാൽ ശരിയാവില്ല അനാമിക. ഇപ്പൊ നിന്നോട് ഇവിടെ വെച്ചൊരു കാര്യം ചോദിക്കാം. സത്യം സത്യമായിട്ട് തന്നെ നീ പറയണം. നീയും നിന്റെ അച്ഛനും കൂടി എനിക്കിപ്പോൾ ഒരു പെൺകുട്ടിയെ കാണിച്ചു തന്നല്ലോ. അവൾ സത്യത്തിൽ ആരാണ്? അവളെ ഏർപ്പാടാക്കിയതിന് നിനക്കെത്രയാ കമ്മീഷൻ കിട്ടിയതെന്നൊക്കെ ദേവയാനി ചോദിക്കുമ്പോ അനാമിക അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. എങ്കിലും ഞെട്ടിൽ മറച്ചു വെച്ച്, എന്താ വല്യമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കും.
പിന്നെ ഞാൻ എന്ത് വേണമടി? നീയൊക്കെ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നീയൊക്കെ എന്ത് നാടകം കളിച്ചാലും ഞാൻ അതിലങ്ങ് വീണു പോകുമെന്നോ? നിന്റെയും നിന്റെ അച്ഛന്റെയും നാടകമൊക്കെ ഏതുവരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ വന്നത്. പിന്നെ നിനക്കൊക്കെ ഒരു കാര്യം അറിയോ? ഞാൻ തേടി നടന്ന ആ പെൺകുട്ടി ഉണ്ടല്ലോ, എനിക്ക് കരൾ തന്ന പെൺകുട്ടി, അവളെ ഞാൻ മുമ്പേ കണ്ടെത്തി കഴിഞ്ഞു. അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകുകയും ചെയ്തു. പക്ഷെ നീ ഇപ്പൊ ഈ കാണിച്ചതുണ്ടല്ലോ, അത് തെണ്ടിത്തരമാണ് അനാമിക. എന്റെ കയ്യിൽ നിന്നും ക്യാഷ് തട്ടാനുള്ള നിന്റെയും നിന്റെ അച്ഛന്റെയും അടവ് എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? വല്യമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? വല്യമ്മ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. വല്യമ്മക്ക് കരൾ തന്നത് ആ പെൺകുട്ടി തന്നെയാണ്. ഈ സമയം ദേവയാനി ഒട്ടും വൈകാതെ കൈ വീശി അനാമികയുടെ കരణ കുറ്റിക്ക് നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. ആണോടി? ആണോ? അവളാണോ എനിക്ക് കരൾ തന്നത്? എടി, എനിക്ക് കരൾ നൽകിയത് ആരാണെന്ന് നിനക്കറിയോ? എന്റെ മരുമകളാണ്. എന്റെ നയന മോളാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. അവളോട് ഞാൻ എന്താ സ്നേഹം കാണിക്കാത്തതെന്ന് നിനക്കറിയോ? നിങ്ങളെയൊക്കെ പേടിച്ചിട്ട് കുറച്ച് ദിവസം കൂടി നിങ്ങളുടെയൊക്കെ മുമ്പിൽ നിങ്ങളുടെ നാടകം കാണാൻ വേണ്ടി എല്ലാം അറിഞ്ഞിട്ടും ഞാൻ അഭിനയിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ നീ ചെയ്തതുണ്ടല്ലോ, ഒരിക്കലും പൊറുക്കാനാകാത്ത തെറ്റാണ്. അനന്തപുരിയിൽ നിന്ന് ഉള്ള സ്വർണം മുഴുവൻ കട്ടെടുത്തത് പോരാ, എന്റെ കയ്യിൽ നിന്നും 50 ലക്ഷം പിടിച്ചെടുക്കാൻ നോക്കിയിരിക്കുന്നു അവള്. എന്റെ അനിക്ക് പറ്റിപ്പോയ ഒരു അബദ്ധമാണ് നീ, അത് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. എന്റെ അനിയുടെ മനസ്സറിയാതെ നിനക്ക് വേണ്ടി ഞാൻ അവനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നീയാണ് ആ വീട്ടിൽ സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരി. മാത്രവുമല്ല, ഇപ്പൊ എനിക്കൊരു സംശയവുമുണ്ട്. നയന പറഞ്ഞതുപോലെ അന്ന് പാലിൽ വിഷം ചേർത്തത് നീയും നിന്റെ അച്ഛനും കൂടി തന്നെയായിരിക്കും. നിങ്ങൾ അതിനും മടിക്കില്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായെന്നൊക്കെ ദേവയാനി പറയുമ്പോ ഒന്നും മിണ്ടാനാകാതെ കവളും പൊത്തിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് അനാമിക. എന്തൊക്കെയാ വല്യമ്മ ഈ പറഞ്ഞുണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണെന്നൊക്കെ അനാമിക പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എടി, നീ ഇനി ഒരക്ഷരം മിണ്ടരുത്. അതൊക്കെ പോയി കാറിൽ കയറേടി. തൽക്കാലം ഈ വിഷയം മറ്റാരും അറിയണ്ട. അതുപോലെ തന്നെ നയനയാണ് എനിക്ക് കരൾ തന്നത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതും മറ്റാരും അറിയരുത്. എന്റെ അച്ഛനോടും അമ്മയോടും പോലും അക്കാര്യം പറഞ്ഞു പോകരുത്. എന്റെ വാക്ക് ധിക്കരിച്ച് അത് മറ്റാരോടെങ്കിലും നീ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ നടന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അനന്തപുരിയിലെ എല്ലാവരോടും വിളിച്ചു പറഞ്ഞ് നിന്നെ കൈപിടിച്ച് കയറ്റിയ ഞാൻ തന്നെ നിന്നെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കും എന്നെല്ലാം ദേവയാനി ഇങ്ങനെ കലി തുള്ളിക്കൊണ്ട് പറയുമ്പോൾ ഒന്നും മിണ്ടാനാകാതെ തല താഴ്ത്തി പോയി കാറിൽ കയറുകയാണ് അനാമിക. അനാമികയ്ക്ക് ഇട്ടൊന്ന് കിട്ടിയപ്പോൾ അനാമികയ്ക്ക് കാര്യം മനസ്സിലായി. ഇനി ഒരിക്കലും അനന്തപുരിയിൽ താൻ വിചാരിച്ചതുപോലെ തന്റെ കാര്യങ്ങൾ മുൻപോട്ട് പോവില്ലെന്നും ഇത്രയും കാലം വല്യമ്മയെ സഹായിച്ചുകൊണ്ടാണ് അവൾ പിടിച്ചു നിന്നത്. ഇപ്പോൾ എല്ലാ സത്യങ്ങളും പുറത്തു വരാൻ പോകുന്നു. അങ്ങനെ അധിക കാലം തനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് അനാമികയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സമയം അനാമികയുടെ ഫോണിലേക്ക് നിരന്തരമായിട്ടൊരു കോൾ വരുന്നുണ്ട്. അത് മറ്റാരും ആയിരിക്കില്ല, അനാമികയുടെ വിവാഹം കഴിഞ്ഞെന്ന് അറിയാത്തൊരു കാമുകൻ അവൾക്കുണ്ടായിരിക്കും. അവനായിരിക്കും നിരന്തരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വിളിക്കുമ്പോൾ ഒരു പരിഭ്രമത്തോടെ അതെല്ലാം കട്ടാക്കി വിടുകയാണ് അനാമിക. അതെല്ലാം ദേവയാനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവളെന്താ കോൾ എടുക്കാത്തത്? വിളിച്ചത് അവളുടെ അച്ഛനോ അമ്മയോ ആയിരിക്കില്ലേ? ആരെങ്കിലും ആയിക്കോട്ടെ, ഇവളെന്ന തലവേദന എത്രയും പെട്ടെന്ന് അനിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്നുള്ള ചിന്ത മാത്രമേ എനിക്കുള്ളൂ എന്നെല്ലാം ചിന്തിക്കുകയാണ് ദേവയാനി. അതിനുശേഷം അവർ അനന്തപുരിയിൽ എത്തുന്നുണ്ട്. ഒന്നും സംഭവിക്കാത്ത പോലെ, ഒന്നും അറിയാത്ത രീതിയിൽ അവർ രണ്ടുപേരും അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.